ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്ലിറ്റോറിസ് അണുബാധ അല്ലെങ്കിൽ ക്ലിറ്റോറൽ ഇൻഫെക്ഷൻ എന്നൊരവസ്ഥയെക്കുറിച്ചാണ്. ക്ലിറ്റോറിസ് പ്രദേശത്തുണ്ടാകുന്ന അണുബാധകൾ സാധാരണയായി ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവ മൂലം അല്ലെങ്കിൽ ശുചിത്വക്കുറവ്, അലർജി, ലൈംഗിക രോഗങ്ങൾ എന്നിവ മൂലമോ സംഭവിക്കാം. ലക്ഷണങ്ങൾ: ക്ലിറ്റോറിസ് ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, വേദന അല്ലെങ്കിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ചുവപ്പ്, വീക്കം, കത്തുന്ന പോലെയുള്ള പുകച്ചിൽ, ദുർഗന്ധമുള്ള അല്ലെങ്കിൽ അസാധാരണമായ വജൈനൽ ഡിസ്ചാർജ്, മൂത്രമൊഴിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന. കാരണങ്ങൾ: ഫംഗൽ ഇൻഫെക്ഷൻസ്, പ്രധാനമായും കാൻഡിഡ പോലുള്ള ഫംഗസുകളായിരിക്കാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ലൈംഗിക രോഗങ്ങൾ, അമിതമായ സോപ്പ്, കെമിക്കൽ ഉപയോഗം. ടൈറ്റ് അണ്ടർവെയറും ഗുഹ്യഭാഗങ്ങളിൽ ഈർപ്പം നിലനിൽക്കുന്നതും ഇൻഫെക്ഷന് കാരണമായേക്കാം. ഷേവിങ്ങിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ മുറിവുകളും ഇതിന് കാരണമായേക്കാം. ചികിത്സ: രോഗലക്ഷണങ്ങളും രോഗകാരണവും അനുസരിച്ച് ഡോക്ടറാണ് നിങ്ങൾക്കുള്ള ചികിത്സകൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്. സ്വയം പരിപാലിക്കാം. പ്രദേശം വൃത്തിയായി സൂക്ഷിക്കുക, വരണ്ടതായി സൂക്ഷിക്കുക, മൃദുവായ സോപ്പ് മാത്രം ഉപയോഗിക്കുക, കോട്ടൺ അണ്ടർവെയർ ധരിക്കുക. അണ്ടർവെയർസ് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഉപയോഗിക്കരുത്. അതായത് ഒരുപാട് കാലം ഒരേ അണ്ടർവെയർ തന്നെ ഉപയോഗിക്കരുത്. ചുരുങ്ങിയത് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും പാൻറ്റീസ് എല്ലാം മാറ്റാൻ ശ്രമിക്കുക. അണുബാധയുള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജും കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാക്സിമം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് ഒരു ലൈംഗിക ബന്ധത്തിലോട്ട് കടക്കാതിരിക്കുക. അതുപോലെ തന്നെ സുഗന്ധമുള്ള സ്പ്രേ, വാഷ്, ഇങ്ങനെ പെർഫ്യൂംഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇൻറ്റിമേറ്റ് ഏരിയകളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡോക്ടറെ കാണേണ്ടത് നിങ്ങൾക്ക് എപ്പോഴാണ്? ശക്തമായ വേദന, പഴുപ്പ്, പനി എന്നീ ലക്ഷണങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കുറയാതെ വീണ്ടും ഉണ്ടാകുക, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ വേദന, ചൊറിച്ചിൽ, അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക, വജൈനൽ ഡിസ്ചാർജ് ദുർഗന്ധമുള്ളതും പ്രത്യേകിച്ച് വേറെ കളറിലുള്ളതൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം എടുക്കാൻ ശ്രദ്ധിക്കുക.